നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് കൊടിയിറങ്ങുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. തുടക്കം മുതൽ ഈ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൂടി ഉണ്ടായിരുന്നു. എന്താണ് അവസാനത്തെ ഒരു പ്രതീക്ഷ? ആദ്യം മുതൽ ഞങ്ങൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഓരോ ദിവസം കഴിയും തോറും അത് കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നു. ഈ അവസാന റൗണ്ടിൽ നല്ല ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയം ഏതായി? ഇവിടെ കാർഷിക മേഖലയുടെ തകർച്ച, വന്യമൃഗശല്യം, അതാണ് ജനങ്ങളുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നത്. അതിനിടയിലാണ് അനന്തു എന്ന പയ്യൻ വൈദ്യുതി ഷോക്കേറ്റ് മരിക്കാനിടയായത്. ആ വിഷയത്തിൽ ഗവൺമെൻറ് സ്വീകരിച്ച സമീപനം, മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതിനെ ആളുകൾ നന്നായിട്ട് തന്നെ പ്രതിഷേധിക്കുന്നുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം ജില്ലയ്ക്കെതിരെയുള്ള ആക്ഷേപ പരാമർശനം, അതിതുവരെ വിശദീകരിക്കാൻ CPM-ന് സാധിച്ചിട്ടില്ല. യുവാക്കളുടെ തൊഴിലില്ലായ്മ, ഇതെല്ലാം ഗൗരവമേറിയ വിഷയങ്ങൾ തന്നെയാണ്. ആശാ വർക്കർമാരോട് അവരുടെ സമരത്തോട് ഗവൺമെൻറ് സ്വീകരിക്കുന്ന പ്രതിഷേധാത്മകമായിട്ടുള്ള നിലപാട്, അവരെ പുച്ഛിക്കുന്നു, അവരെ അവഹേളിക്കുന്നു. എന്നാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ്റെ ശമ്പളം 4,10,000 ഉയർത്തുന്നു. ആശാ വർക്കർമാരുടെ ദിവസം 232 രൂപയാണ് അവർക്ക് പ്രതിഫലം കിട്ടുന്നത്. സത്യത്തിൽ അവരെ ഇപ്പം ഉപദ്രവിക്കുന്നതിന് വേണ്ടി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം പോലും അത് കുറയ്ക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്. അതിൽ നല്ല പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ വഴിക്കടവ്, അതോടൊപ്പം തന്നെ പോത്തുകല്ല് തുടങ്ങിയ മലയോര മേഖലയുണ്ട്. ആ മേഖലയിലൊക്കെ കഴിഞ്ഞ തവണ UDF പുറകെ പോയതാണ്. വഴിക്കടവിൽ ചെറിയ ലീഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ അതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആ പഞ്ചായത്തുകളിലൊക്കെ നിരവധി തവണ പോവുകയും ഒരുപാട് പരിപാടികളിൽ സംബന്ധിക്കുകയും കുടുംബയോഗങ്ങളിൽ സംബന്ധിക്കുകയും ചില സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്തു. അവിടെയൊക്കെ തികഞ്ഞ പ്രതീക്ഷയിലാണ്. നല്ല ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ ആ പഞ്ചായത്തുകൾ നൽകും. കാർഷിക മേഖല പ്രത്യേകമായും UDF-നോടൊപ്പം തന്നെയാണ്. ഈ ജനകീയ പ്രശ്നങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അവസാന ലാബിലേക്ക് എത്തുമ്പോൾ സമസ്ത എന്നൊരു വിഷയത്തിൽ കിടന്ന് ഇങ്ങനെ കുറേ ദിവസം അതങ്ങനെ പോയി. അത് ബാധിക്കാൻ സാധ്യതയുണ്ട്? ഒരിക്കലുമില്ല. അത് ചില മാധ്യമങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ CPM മനഃപൂർവ്വം ശ്രമിച്ചതാണ്. ഞങ്ങളെല്ലാ അവസരത്തിലും ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വന്യമൃഗശല്യം, കാർഷിക മേഖലയുടെ തകർച്ച, ആശാ വർക്കർമാരുടെ സമരം, മലപ്പുറം ജില്ലയെ അവഹേളിച്ചത്, ദീസ് ആർ ദി ഇഷ്യൂസ്. ഈ വെൽഫെയർ പാർട്ടിയുടെ ഒരു പിന്തുണ, അല്ലെങ്കിൽ ജമാഅത്തിന്റെ ഒരു പിന്തുണ എന്ന് പറയുമ്പോൾ മുസ്ലിം വോട്ടുകൾക്കിടയിൽ ഒരു ആശങ്കയുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഒരോട്ടും മാറൂല. ഒരാശങ്കയുടെയും വിഷയമില്ല. ഈ കഴിഞ്ഞ ദിവസം M സ്വരാജ് VV പ്രകാശിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ UDF സ്ഥാനാർത്ഥി ഇതുവരെയും അവിടേക്ക് എത്തിയില്ല എന്നൊരു ആരോപണം തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളവിടെ പോയിരുന്നു. സ്മിത എന്താ പറഞ്ഞത്? സ്വരാജ് മാത്രമല്ല, അൻവറും പോയായിരുന്നല്ലോ. പ്രകാശിൻ്റെ ഭാര്യ എന്താ പറഞ്ഞത്? ഞങ്ങൾ കോൺഗ്രസ്സാണ്, കോൺഗ്രസിൻ്റെ വിജയമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് പറഞ്ഞു. അതിനപ്പുറത്തൊന്നുമില്ല. ഒരു പ്രഡിക്ഷനിലേക്ക് പോകുന്നുണ്ടോ? എത്ര ലീഡ് എന്നുള്ള കാര്യത്തിലൊക്കെ വിജയം ഉറപ്പിക്കുകയാണല്ലോ. പിന്നെ ലീഡ് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് KPCC അധ്യക്ഷൻ. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. VV പ്രകാശിൻ്റെതടക്കമുള്ള വെൽഫെയർ പാർട്ടിയുടെ അടക്കമുള്ള വിവാദങ്ങളൊന്നും മണ്ഡലത്തെ ബാധിച്ചിട്ടില്ല. ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ആ ജനകീയ പ്രശ്നങ്ങൾ UDF-ന് അനുകൂലമായി വോട്ടായി മാറും എന്നുള്ളതാണ് KPCC അധ്യക്ഷൻ്റെ പ്രതീക്ഷ.